ചളിയാണ് ഗൈസ്. ഇവിടെ ഞാൻ കല്യാണം കാണുന്നില്ല. അത് ക്യാമറ ഓഫാന്നുള്ളൂ. ഫ്രണ്ട് ഓഫാക്കി അന്ന് ഓഫാക്കിട്ടേ. പിന്നെ ഗൈസ് എനിക്ക് കല്യാണത്തിന്റെ ടെൻഷൻ. ഇവന് കുട്ടിക്കളി ഗൈസ്. പ്രായമില്ല അവനൊന്നും. എന്റെ പൊന്ന് ഗൈസ്, റോട്ടിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കുക, തിരക്ക് കൂട്ടുക, വണ്ടി കൊണ്ടുപോയി ഇടിപ്പിക്കുക, എന്തൊക്കെ ഒരു കളി. ഭയങ്കര ടെൻഷൻ കേട്ടോ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വണ്ടി തട്ടുന്നത് കാണുന്നത് ഞാൻ. ഇങ്ങനെ റിവേഴ്സ് എടുക്കുക എങ്ങനെ അറിയോ? നേരെ നോക്കിയിട്ട് റിവേഴ്സ്, അങ്ങോട്ട് നോക്കിയിട്ട് പുറകെ എടുക്കുക, ഏതൊക്കെ ഇടിപ്പിക്കുക, എന്നിട്ട് തട്ടിയോ കുഴപ്പമില്ല വണ്ടി കല്യാണം കണ്ട് മാറ്റാം. ഇത്ര ഭ്രാന്ത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ 2 മാസം മുമ്പ് എന്നോട് പറഞ്ഞ് ടെൻഷൻ അടിക്കുമോ, അനക്ക് എന്തെങ്കിലും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ടെൻഷൻ അടിക്കാണ്ട് സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ എല്ലാം നടക്കുന്ന എനിക്ക് അഡ്വൈസ് തരുന്ന മുതലാളിയാണ് ഇവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടണേ. റോഡ് ക്രോസ് ചെയ്തവർ ഇടിച്ചിടാൻ പോവുക. ഇന്ന് വ്യാഴാഴ്ചയാണ്, ഈ വരുന്ന ഞായറാഴ്ചയാണ് എന്റെ നിക്കായ്. 3 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ പ്രായത്തിലെത്തി എന്റെ ഒരു കല്യാണം എല്ലാം സെറ്റാണ്, എന്നാലും ആ ഒരു പ്രായത്തുമ്പോ അങ്ങ് മനസ്സിലാവുള്ളൂ. എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പം എവിടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് കല്യാണ ചെക്കൻ ദ ലാസ്റ്റ് മേക്ക് ഓവർ. ഇന്ന് നമ്മൾ ഫേഷ്യൽ ചെയ്യും, മുടി വെട്ടും, താടി വെട്ടും, മൊത്തത്തില് എന്നെ നാച്ചുറൽസിനാണ് ഞാൻ പോണത്. ഓരെന്നെ കുളിപ്പിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ഷൂട്ട് എടുത്തിട്ടില്ല, ട്രെയിൻ നോക്കണോ? അപ്പൊ ഒരേല് വന്നിട്ട് നോക്കാം. അപ്പൊ എന്താണ് ഞാൻ മാറുക കണ്ണു? ഇന്ന് ഞാൻ മാറും എന്നാണ് കണ്ണു പറയുന്നത്. നോക്കാം നമുക്ക്. കണ്ണും വെട്ടുണ്ട് കേട്ടോ. കണ്ണൂനെ ഇനി കണ്ണാപ്പിന്ന് വിളിക്കരുത്, പിന്നെ മനുന്ന് വിളിക്കണം എന്നാണ് പറയണത്. മനുന്ന് വിളിച്ചാൽ കണ്ണൂന്ന് വിളിച്ചാൽ. ഇത് ടൗണില് ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് ആ മൂലയ്ക്ക് ഇരിക്കും, ഞാൻ ഈ മൂലയ്ക്ക് കണ്ണാപ്പിയെ എല്ലാരും കണ്ണാപ്പി വിളിക്കുമ്പോ എല്ലാരും ശ്രദ്ധിക്കും. അതൊരുമാതിരി ഒരു അണ്ടർ റേറ്റഡ് പേരായി മാറുകയും ചെയ്തു. പണ്ടായ എല്ലാരും ഇങ്ങനെ നോക്കും. അപ്പം ഭാവിയൊക്കെ ആർത്ത വിളിക്കുക. അപ്പൊ നമ്മളിന്ന് മേക്ക് ഓവറിന് പോവാണ്. ടെൻഷൻ അടിച്ചിട്ടാണ് പോണത്. എന്താവോ എന്തോന്നും അറിയില്ല. അല്ല പിന്നെ ടെൻഷൻ ഒന്നുമില്ല. എന്താ പറയാ അറിയോ, ഇന്നലെ രാത്രി ഞാൻ എത്ര മണിക്കാണ് ഇറങ്ങി അറിയോ? ഒരു 12 മണി. ഇന്നലെ നേരത്തെ ഇറങ്ങി. എന്നിട്ട് ഞാൻ 5 മണിക്ക് എണീറ്റ്. 5 അല്ല 4:30. ഞാൻ 9 മണി. എണീക്കണ്ട, ഞാൻ താനെ എണീറ്റ് പോകുന്നതാണ്. അലാറം വെച്ചിട്ടൊന്നും എണീക്കണില്ല. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്യാം, അവിടെ ഇങ്ങനെ ചെയ്യാം. കല്യാണത്തിന്റെ ഓരോ ടെൻഷൻ. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നമുക്ക് നാച്ചുറൽസ് പോയിട്ട് എന്റെ മേക്ക് ഓവർ കാണിച്ചതാണ്. 5 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ 5 മണിക്കൂറുള്ള ഒരു മേക്ക് ഓവറിന് പോണത്. കല്യാണത്തിന് മാത്രമായി കൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഞാൻ പോവില്ലേ. നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ നാച്ചുറൽസ് എത്തിയിരിക്കുകയാണ്. നമ്മള് എന്തൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ബാക്ക് ടു സതീഷ് ബ്രോ. ഹായ് ബ്രോ. അപ്പോൾ പുള്ളിയിൽ ഞാൻ 100% കോൺഫിഡൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇവിടെ തന്നെ എത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മൊല്ലാക്ക ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞ എല്ലാവരും ഇവിടെ ഇങ്ങനെ തടി വെച്ചിട്ട് പറഞ്ഞു. പുള്ളി കുറേ പറഞ്ഞു എന്നോട്, ഞാൻ സമ്മതിച്ചില്ല. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും പറഞ്ഞു ഈ മൊല്ലാക്ക ലുക്കിൻ്റെ ഇവിടെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എല്ലാം സെറ്റ്, പിന്നെ മുടിയും സെറ്റാക്കാം. പിന്നെ മുടി നരച്ചിട്ടുണ്ടോ? മറ്റേ ഓമന നര 18-ാം വയസ്സിൽ നരയ്ക്കുന്ന അതൊക്കെ ഇനിയിപ്പം മാറ്റിയിട്ട് നമ്മളൊരു റെഡിഷ് ബ്ലാക്ക് ആക്കുന്നതാണ്. ഞാൻ അങ്ങനെ തിളങ്ങുന്നാണ് പറയുന്നത്. പിന്നെ ഫേഷ്യൽ അപ്പോൾ സമയം എടുക്കും. എല്ലാം ചെയ്തിട്ട് ക്യാമറ അവിടെ സെറ്റ് ചെയ്യും. നമ്മൾ ഒരു ബിരിയാണി ഒക്കെ കഴിച്ച് കുറച്ച് വരും. അന്നന്നാണ് വിട്ടിരുന്നോ അല്ല, ചിരിക്കാനും പാടില്ല. ചിരിച്ചോ കുഴപ്പമില്ല. തിരക്കൂട്ടത് തിരക്കൂട്ടില്ല. ശരിക്കും നീ പോണോ? ശരിക്കും കൊണ്ടോ? എനിക്ക് വിശക്കും. അപ്പുറത്തെ ബാബട്ടിൻ്റെ അവിടെ പോയി ചോറുന്നു. ഞാൻ തുടങ്ങാം. നീ തുടങ്ങിയിട്ടുള്ള കാണിച്ചു കേട്ടാ. ഫസ്റ്റ് പ്രോസസ് കംപ്ലീറ്റഡ്. നേരെ പോയി എല്ലായിടത്തും നേരെ. ഇത് ക്യാമറയിൽ അറിയുന്നുണ്ടോ? നേരെയല്ല, അതൊന്നും കൂടെ നല്ല രസമായിട്ട് വരുന്നത്. ഈ ലൈറ്റ് ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇത് വരുന്നത്. ഗൈസ് ഇത് കണ്ടോ, ഒരു റെഡും അല്ല ഗോൾഡും അല്ല ബ്ലാക്കും അല്ല, ഒരു വൃത്തിയുള്ള ഷെയ്ഡ്. അതായത് ഫോട്ടോയിൽ നല്ല രസമുണ്ടോ ഈ ഷെയ്ഡ്? കളർ ചെയ്തൊരു ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ലൈറ്റ് മുടി റിഫ്ലക്ട് ചെയ്യുന്നതേ കളർ ചെയ്ത പോലെ നല്ല ഫീൽ ചെയ്യണം. നമുക്ക് ഇത് വരൂലേ കണ്ണാടിയിൽ ലൈറ്റ് അടിച്ച് തിരിച്ചടിക്കൂലേ, അതന്നെ റിഫ്ലക്ഷൻ. അങ്ങനെ ഓമനവരൊക്കെ പോയിട്ടുണ്ട് ചുങ്കനായി. മുടി വെട്ടി തുടങ്ങട്ടെ. ഇനി വെട്ടി തുടങ്ങാം. ഇല്ല കുഴപ്പമില്ല, സെറ്റാ. അതിന്
അടുത്ത പ്രോസസ് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? കണ്ടൊക്കെ പറഞ്ഞല്ലോ. കണ്ടറിഞ്ഞല്ല, ഒഫീഷ്യലി കല്യാണത്തിന് വേണ്ടി വെട്ടാണ് ഞാൻ. അതായത് ഇതായിരിക്കും പല ആൾക്കാരും കൂടെ നമ്മൾ പോയിട്ടുണ്ട്, അതായത് ഓരോ കല്യാണത്തിന് വെട്ടിക്കാൻ. ഇതൊരു നല്ല മൂമെന്റ് ആട്ടോ ശരിക്കും. സത്യം ഫീൽ ഗുഡ്. കല്യാണത്തിന് വേണ്ടി വെട്ടുക എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഇത് കാണുന്ന ലുക്കേക്ക് മുടി എങ്ങനെയാണ് കല്യാണത്തിന്? അപ്പൊ ഈ ലുക്കായിരിക്കും കല്യാണത്തിന് ഏതോ വെട്ടാൻ പോണ ഈ ലുക്കായിരിക്കും കല്യാണത്തിന് നിക്കാന് ഒഫീഷ്യലി തുടങ്ങാണ് കേട്ടോ. ഇത് രസമുണ്ട് ഇങ്ങനെ കുറച്ച് സ്നോമൊക്കെ പോയിട്ട് അന്ന് ട്രയൽ ചെയ്തുകൊണ്ട് അതിന് മാത്രം ഒന്നും ഉണ്ടാവില്ലല്ലോ ഹരിച്ചേട്ടാ. ഫെയ്ഡ് ഔട്ട് ചെയ്യാനൊന്നുമില്ല, ഫുള്ള് ട്രിം ചെയ്തോളേ. സ്ലേറ്റ് സ്ലോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. മടിക്കണ്ട, ക്യാമറ തിരിക്കരുതിട്ടാ. ഇവിടെ മുടി തുറച്ചു നിൽക്കുന്നു ഗൈസ്. ഇങ്ങോട്ട് നോക്കൂ. മുടുക്കനായി വരുന്നുണ്ട്. ലൈറ്റില് നല്ല മുടുക്കനാവുണ്ടല്ലേ? അല്ല അന്നേരം ലൈറ്റ് ഉണ്ടാവല്ലോ, അതിന് ടെൻഷൻ അടിക്കേണ്ടത്. എന്നാലും ഞാൻ കാറിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്റെ മുഖത്ത് ലൈറ്റ് അടിച്ചോ. ഞാനൊരു കാര്യം ചെയ്യാം, ക്യാമറേന്റെ കൂടെ ഇങ്ങനത്തെ ലൈറ്റും പിടിച്ചു വരാം. ഇല്ല ആക്ഷനിൽ 1000 വാൾട്ട് ഉണ്ട്, അത് അടിക്കുക. ഇനി അടുത്ത മുടുക്കനായിട്ട് അടുത്ത സ്റ്റേജ് കാണിച്ചു കേട്ടോ. എന്താ പറയാത്ത കോൺസെൻട്രേറ്റഡ് ആണോ? ഓക്കെ ഓക്കെ. മുടി സെറ്റായി താടി സെറ്റായാലേ മുടി സെറ്റ് ചെയ്ത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ വെച്ചിരിക്കാന്ന് വെച്ചാൽ സ്യൂട്ടിന് വേണ്ടി അല്ലേ? നിക്കാവിന് വേണ്ടിയിട്ട് സ്യൂട്ടായത് കൊണ്ടാണ് മുടി ഈ ഷേപ്പിൽ വെച്ച് ഈ ഒരു പ്രൊഫഷണൽ ലുക്ക് പിടിച്ചിരിക്കുന്നത്. നിക്കാകുമ്പോൾ നമ്മളെന്താക്കും, സ്റ്റൈല് മാറ്റും. എൻ്റെ ഫിഗർ എൻ്റെ മുടി ചുറ്റിക്കാൻ മതി. ഇങ്ങോട്ട് അടിപൊളി അടിപൊളി. പിന്നെ നമ്മൾ ഉള്ളിൽ നനയ്ക്കാൻ വേണ്ടി പൗഡറും കാര്യങ്ങളൊന്നും ഇട്ടില്ല, ഒറിജിനലാണ്. ആദ്യ കമൻറ്റ് ഉണ്ടാവും. ശരി, താടി റെഡിയായി. ശരിക്കലെ 1000 വെച്ചുള്ള കളിയാ. സബ്സ്ക്രൈബേഴ്സിൻ്റെ അഭിപ്രായ പ്രകാരം മൊല്ലാക്ക താടി മാറ്റി അടിപൊളി താടിയാക്കിയിട്ടുണ്ട്. മൊത്തം മീശ മറ്റേ വെട്ടുന്നാലും മുഖിന് പാലം പോലെ. ഓക്കെ ഗൈസ്, കണ്ടിന്യൂ കേട്ടോ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ആയുധ വെച്ചുള്ള കളിയാണ്, പറയാൻ പറ്റില്ല. മീശയിലിട്ട് എന്നെ കൊല്ലും. വേറൊന്നും സഹിക്കാം, മീശ ഒരു ദിവസം കൊണ്ട് വരൂലല്ലോ. നമ്മൾ മറ്റേ വെപ്പ് വാങ്ങി ഒട്ടിക്കും, എന്നാലും കുഴപ്പമില്ല. പിന്നെ പിന്നെ സിനിമയിലൊക്കെ എങ്ങനെ സതീഷ് ബ്രോ മൊത്തത്തിൽ അങ്ങനെയൊക്കെയല്ലോ, മൊത്തം അടിച്ചിട്ട് ഒട്ടിച്ച് പോകാൻ. ഇപ്പം മറ്റേ താടിയൊക്കെ കട്ടി കൂടാനായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റിങ് പോലെ തന്നെ വരുന്നുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ്റെ അത് പെർമനന്റ് ആയിട്ട് വരുന്നത്. ഓപ്പോസിറ്റ് എന്തായാലും അതെ, തൊട്ട് മുമ്പ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. കുറവാണ് മുടി നേരത്തെ താടിയിൽ വെച്ചിട്ട് പോകും. അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഇങ്ങനെ ഉണ്ടാവട്ടോ ലുക്ക്. 2 ദിവസം കൊണ്ട് കുറച്ച് തടിയിലായിരിക്കും. അല്ല പഞ്ചിന് പറഞ്ഞോ. ഓക്കെ, ട്രൈപോഡ് എഫിഷ്യന്റ് ആണോ? ഇപ്പഴത്തേക്ക് വന്ന പോലെ ഈ സൈഡിൽ ആ ഷെയ്ഡ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? മുടുകനായി. ഇനി സ്കൂളിൽ LKG B കൊണ്ടെത്തിയായി. അത് നശിപ്പിച്ചിട്ടൊന്നുമില്ല. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട്
പിന്നെ ഫേഷ്യൽ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. താടി മുടി സെറ്റായി ഗൈസ്. ഇരുന്നോടത്ത് നേരെ കിടന്നോടത്ത് എത്തി. ഉറങ്ങുമോ? സീരിയസ് ആയിട്ട് ഉറങ്ങും. നമ്മളിപ്പോ ചോറ് തന്നില്ലേ? നല്ല ചോറ്. നിങ്ങള് ഭക്ഷണം കഴിച്ചോ? ഇല്ല, പക്ഷെ നമ്മോട് വന്നാലേ എനിക്ക് അവിടെ വേറൊരു വർക്കുണ്ട്. ഞാൻ പകുതി പകുതി ഓരോ സ്ഥലത്ത് പോയി ചെയ്തിട്ടുണ്ട്. ഞാൻ അർത്ഥനാക്കണോ പാൻറ് ഇട്ടുണ്ടോ? ഈ മലയാളം അറിയാത്തതിന് പ്രശ്നമാണ്. ഇന്നലെ കൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ കരിച്ചിട്ടിട്ട് ഞാൻ ഇട്ടതാണ്. കള്ളൻ പറഞ്ഞ കള്ളനാണ്. അയ്യോ എന്തൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള വിഷയമാണ്. ചെയ്യാൻ വേണ്ടി പോവാണ്. ഹൈഡ്ര. ഇംഗ്ലീഷ് അറിയില്ല, മലയാളം എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞു അറിയില്ല. ചെറിയാണെന്നല്ല, നല്ല വിഷയം. ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. എന്തൊക്കെ ഓണാക്കി സാധനം എടുത്തു മോനെ. കത്തി എടുത്തു. കത്തി ഞാൻ വെളുത്തിട്ട് പറഞ്ഞു. ശരിക്കും ഫേഷ്യൽ ചെയ്താൽ വെളുക്കുക ചെയ്യാ, അല്ലെങ്കിൽ ഇത് എല്ലാവരുടെയും ഒരു വിദ്യയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വെളുക്കും എന്നുള്ളത്. ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല. വെളുക്കാനോ? നമുക്ക് നാച്ചുറൽ സ്കിന്നിൻ്റെ കളറിന് മാറി വരുന്ന ഡീപ് ടാൻ എന്ന് പറയുന്നത്, അതായത് ഡെഡ് സെൽ ഫോമിംഗ് ആണ് മുഖത്ത് വേണ്ട ബ്ലാക്ക് ഷെയ്ഡ്. നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പോയി ഫ്രഷ് സെൽസ് വരാൻ വേണ്ടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഫേഷ്യൽ. നമുക്ക് നമ്മൾ എല്ലാവരും പറയില്ല നമ്മുടെ കൈയൊക്കെ കറുത്തു പോയി, മുഖമൊക്കെ കറുത്തു പോയി, മേത്ത് നല്ല കളറുണ്ടെന്ന്. കാരണം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശരീരം തന്നെ ഡെഡ് സ്കിൻ ഫോം ചെയ്ത് വരുന്നതാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കയ്യിൽ തഴമ്പ് വരുന്ന കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലും ഈ തണുപ്പും കാറ്റും ഇതെല്ലാം അടിക്കുമ്പോൾ അവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഡെഡ് സ്കിൻ ഫോം ചെയ്യും. അതാണ് നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഷെയ്ഡ് പോലെ വരുന്നത്. നമ്മളിത് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഡെഡ് സ്കിന്നിനെ കളഞ്ഞ് നല്ല ക്വസ്റ്റ്യനുകൾ വരാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായോ? ഇത് റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കണം. എല്ലാവരും പറയുന്നതിന് എത്ര ടൈമിങ് കിട്ടുമെന്ന്. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യണം, സോപ്പ് വെച്ച് കുളിക്കണം എന്ന് പറഞ്ഞാൽ മന്ത്ലി വൺസെങ്കിലും ഒരു ക്ലീനിങ് സ്കിന്നിന് കൊടുക്കണം. അതിലവർ ചെയ്താൽ മറ്റേ ഡെഡ് സ്കിൻ ഫോം ചെയ്യാൻ ഉണ്ടാവില്ല. നമ്മുടെ ഇപ്പോഴത്തെ ജോലി മറ്റുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ കൊണ്ടിട്ട് വരുന്ന ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഫേഷ്യൽ എന്ന് പറയുന്നത്. സ്കിൻ കെയറിൽ കുറേ കാര്യമുണ്ട് ശ്രദ്ധിക്കാൻ. പൗഡർ ഒട്ടും പോട്ടല്ല. നമ്മൾ ഇടുന്ന എല്ലാ ക്രീമും നമുക്ക് സപ്പോർട്ടീവ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് സ്കിന്നിൽ മറ്റേ വേർപോലെ ഹോൾസ് ഉണ്ട്. അതിലൂടെ ക്രീം നമ്മുടെ സ്കിന്നിന് ഇത് എന്താ പറയുക ആഗിരണം ചെയ്യുകയും ചെയ്യും. അപ്പോഴും അതിനനുസരിച്ചുള്ള ഗുണം നമ്മുടെ സ്കിന്നിന് കിട്ടുകയും ചെയ്യും. നമ്മൾ മിക്കവരും വിചാരിക്കുക ക്രീം കുറേ പറ്റിയിട്ട് ഒന്നും റിസൾട്ട് ഇല്ല. പക്ഷേ പ്രോപ്പറായിട്ട് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇത് നമ്മൾ പാറും ഫീലുണ്ട് ആണോ? എന്തൊക്കെ എടുത്ത് വെക്കാൻ പോയാൽ കിട്ടുന്നില്ല. എനിക്ക് എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വെച്ചുകളെ കാണിച്ചോട്ടെ. എല്ലാവരും ഇപ്പം കുറേ റീൽസൊക്കെ കണ്ടിട്ടില്ല. ഹൈഡ്രയുടെ നെഗറ്റീവ് ഇത് വെച്ചിട്ട് ഈ സാധനം വെക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത്. ഇത് സെക്ഷൻ പെയിൻ എന്ന് പറയും. നമ്മൾ വാക്കും ചെയ്തെടുക്കുന്ന പോലത്തെ പരിപാടിയാണ്. നോർമൽ സ്കിന്നുള്ള ഒരാൾക്ക് വെക്കുന്ന അതേ പവറുള്ള സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരാൾക്ക് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റെഡ് ഷെയ്ഡ് മാർക്കും. അതാണ് മിക്കവരും പറഞ്ഞത് ഹൈഡ്ര ഫേഷ്യൽ ചെയ്ത് എനിക്ക് മറ്റേ എന്താ പറയുക അലർജിയായി അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവർ വെച്ചിട്ടുള്ള പ്രശ്നമാണ്. നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ വണ്ടി എടുക്കുന്ന ഈ അവസ്ഥ ഇത് പറഞ്ഞാൽ തന്നെ ഇത് പ്രോപ്പറായിട്ട് പഠിക്കാത്തവർക്ക് വരുന്ന പ്രശ്നമാണ്. ഒരു നല്ല അറിവുള്ള മനുഷ്യനാട്ടോ. പിന്നെ അറിവില്ലാണ്ട് ഇവിടെയൊക്കെ പണി കിട്ടും. അങ്ങനല്ല, അതായത് ആർക്ക് എന്ത് വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവന് ഭ്രാന്ത കേസ്. സലീംകുമാർ ഫ്ലൈൽ കയറിയാലേ പിന്നെ ഞാനൊരു ഓപ്പറേഷൻ ചെയ്തു. പിന്നെ ഞാൻ തുടങ്ങിയിട്ടേക്കോ എന്തൊക്കെ എടുക്കുക. ഏത് നീ എന്റെ മോൻ കാണിച്ചിട്ട് അതിനെന്തെടുക്കാറുണ്ട് കറ്റി കാറ്റില്ല. ഏതെങ്കിലും എടുത്തിട്ട് കൊമ്മാൻ
അതിൽ ചാർജ് കുറവ് സീരിയസ്ലി എന്തെങ്കിലും പറ്റുട്ടോ. കരണ്ടടിക്കും. ലാസ്റ്റ് കളിച്ച് കല്യാണത്തിന് ചെക്കനില്ലാണ്ടാവേ. എന്റെ ശിങ്കുവിന് പിന്നെ ആരുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞത്, കത്തി. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മേത്തെ ഡെഡ് സ്കിൻ നമ്മളിങ്ങനെ തോണ്ടിയിടുക. ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കണായിരിക്കും നിങ്ങൾക്ക് നല്ല കേട്ടോ. പഞ്ഞുമിട്ടായി. ഇത് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടില്ല, നൈസ് മൊത്തം വരുന്നത്. അതിനെയാണ് വൈറ്റ് ഡോട്ട്സ് പോലെ വരുന്ന കണ്ടില്ല സ്കിന്നില്ല. എന്റെ നല്ല സ്കിന്നോ അല്ലേ മോശം സ്കിന്നോ? ഡ്രൈ സ്കിന്നാണിത്. അപ്പൊ നല്ലതെന്ന് ചീത്തോ? ഡ്രൈ സ്കിൻ ഇത്ര നല്ല ചീത്തല്ല. അല്ല ബേസിക്കലി ഡ്രൈ സ്കിന്നാണോ? ഡ്രൈ സ്കിൻ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമുക്ക് ലൈറ്റ് ഓയിലി സ്കിന്നാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അവർ പ്രോപ്പറായിട്ട് സ്കിന്ന് വാഷ് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പുറമേക്ക് ഇറങ്ങുമ്പോൾ അടിക്കുന്ന പുകയും പൊടിയും കരിയും ഇതെല്ലാം ലൈറ്റ് ഓയിലി സ്കിന്നാണ് അതിൽ പിടിച്ചിരിക്കുന്നത്. നമ്മളത് വാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്ലീനായിട്ട് വരികയും ചെയ്യും. പക്ഷെ സോപ്പ് യൂസ് ചെയ്യുമ്പോഴാണ് വീണ്ടും പ്രശ്നം വരിക. സോപ്പും മറ്റു ഫേസ് വാഷും വളരെ മെനറ്റായിട്ട് യൂസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ണൂരിന്റെ എന്ത് സ്കിന്നാ? കണ്ണു അറിയില്ല. എങ്ങനെ? അല്ല എൻ്റെ സ്കിൻ ഇതാ. അത് പുള്ളിയുടെ ഒരു ലൈറ്റ് ഓയിലി സ്കിൻ പോലെ തന്നെയാണ്. നമുക്ക് ഇവിടെ തൊട്ട് നോക്കി തന്നെ അറിയാൻ പറ്റും. ശരിക്കും കൈ ഇതാക്കിയിട്ട് നോക്കി നോക്കി തിളക്കണ്ട് ഇതിന്റെ മുഖത്ത്. എണ്ണ ആ ഓയിലിൻ്റെ ഉണ്ട്. വഴി രണ്ടില് ചിക്കൻ പൊരിക്കാൻ പറ്റുമോ? നിന്റെ തമാശ. കല്യാണത്തിന് എന്താ ഓയില് പെട്ടല്ലേ? തലേന്ന് പീഞ്ഞാ അതാകുമ്പോ ഡാൾഡ ഇട്ടുണ്ട്. ഡാൾഡ പ്രഷർ വാഷർ ഇട്ട് വലിക്കാൻ തുടങ്ങി ഗൈസ്. പ്രഷർ വാഷറല്ലേ? രസിട്ടോ സ്കിന്നിലെ വേർപ്പ് എന്ന വോയിസിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് മൊത്തം വാക്കം ചെയ്തെടുക്കും. ഇത് 2 പ്രാവശ്യം ചെയ്യും. ഫസ്റ്റ് വെള്ളത്തിലും പിന്നെ ഇതിൻ്റെ സിറത്തിലും. ഇതൊന്നും ഉണ്ടാത്തതൊന്നും ഞാൻ ഇത് കറക്റ്റ് അറിയുന്നുണ്ടോ ചളി പോകുന്നത്? ആണോ? കൂടെ അത്രയും ചളിയുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കറക്റ്റ് ട്യൂബ് കൂടെ അറിയുന്നുണ്ടോ ചളി ഇങ്ങനെ പോണേ? ഇനി ഇതില് കളറ് മാറുന്നു മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ചെയ്യണല്ലേ? മാസം ചെയ്താൽ കുഴപ്പമുണ്ടോ? ഏറ്റവും നല്ലതല്ലേ. പിന്നെ കുറച്ചൊരു കേട്ടാ മാസം അടുത്ത കല്യാണത്തിന് വരാതല്ലാണ്ട് നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ബേസിക് ഫേഷ്യലാണെങ്കിലും മന്ത്ലി വൺസും ചെയ്ത് കൊടുക്കണം നല്ലതാണ്. അതൊരു 1200 രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഏറ്റവും നമ്മളിവിടെ ഏറ്റവും കുറവെന്ന് പറയുന്നത് ലോട്ടസിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും നല്ല ഇതായിട്ടാണ് മറ്റുള്ള ഷോപ്പുകളിൽ അത് യൂസ് ചെയ്യുന്നത്. പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടാണ് മറ്റുള്ള ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ ഏറ്റവും കുറഞ്ഞത്. അതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വെച്ചാൽ 1200 രൂപ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ഡീറ്റെയിൽ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ചെയ്യുന്ന ഹൈഡ്ര ട്രീറ്റ്മെൻറ്റ് വിത്ത് ഓത്തറിഫേഷൻ അല്ല. മിക്കവരും ഹൈഡ്ര ഫേഷ്യൽ എന്നല്ല, ഹൈഡ്ര ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ പുട്ടിനെ തേങ്ങുന്നത് ഇപ്പൊ എത്രാമത്തെ എടുത്ത് കൊറേ സമയം എടുക്കട്ടോ. ഇത് 10ാമത്തെയോ 6ഓ 7ഓ ഇതിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞു. അവിടെ 2 ഉപയോഗിച്ച് കഴിഞ്ഞു. എന്താണ് എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഞാൻ തൊട്ട് നോക്കി നേരത്തെ മൂപ്പര് മറ്റേ ഇത് തുടച്ചപ്പം. പിന്നെ എന്താ പറയാ, ഈ പെണ്ണുങ്ങളെ കൈയൊക്കെ തൊടൂലേ, അതുപോലെ ഉണ്ട് എന്റെ ഇവിടെ തൊടാൻ. പിന്നെ മിനിസ് അത് വിചാരിച്ച് ഞാൻ കൊറേ പെണ്ണുങ്ങളെ കൈ തൊട്ട് ഇത് കട്ട് ചെയ്യരുത്. നല്ല ഇപ്പൊ എന്റെ മുഖം തൊട്ടടുത്ത് തൊട്ടുന്നത് അത് ഈ ക്രീം വെച്ചിട്ടല്ലേ തൊടുന്നത്. നല്ല തുടച്ചിട്ട് എണീറ്റപ്പില്ലേ ഒരു ഗ്ലോയിങ് ഉണ്ടായിരുന്നു.
ഐസെഡ് എന്ന് പറയും നമുക്ക് ഇത്ര നേരം ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് ഹർട്ട് ചെയ്യുന്ന പോലത്തെ ഇതാണല്ലോ അതിന് ജസ്റ്റ് ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് തണുപ്പുണ്ടാവും. ഐസില്ലേ ഐസ് ഇങ്ങനെ വെച്ചോണ്ട് അതൊക്കെല്ലാം ടെസ്റ്റ് ചെയ്യണം അല്ലേ? നല്ല ഈ ലൈറ്റ് എന്തിനാ കൊടുക്കുന്നത്? ഒരു കളർ കിട്ടാൻ അത് വേണ്ടി അല്ല, അത് ഇതിന്റെ വർക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലാവണ്ടേ. അല്ല ഞാനെന്തറിയോ, ഞാൻ റീൽസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും ഈ 7.1 മറ്റേ ലൈറ്റ് മാസ്ക് വരുന്നുണ്ട്. അത് സ്കിൻ കളർ പിഗ്മെന്റേഷൻ ഇതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതിൽ കാണാല്ലേ കൂളിംഗ് കൂൾ ഇതിലെല്ലാം കാണാം. ഇന്റൻസിറ്റി എത്രയാണ്, ഐസ് ഹാൻഡ് വിഷയെല്ലാം ഐസ് ഹാൻഡ് അല്ല ഐസ് ഹെഡ്. നീ വല്ല എന്നെ ഇംഗ്ലീഷിൽ വലിയ പൊട്ടിറക്കില്ല. മതി മതി മതി. ഈ ഇതിന്റെ വലിപ്പവും ഞാൻ നിൽക്കുന്ന ഡിസ്റ്റൻസ് തുടങ്ങി ഇവിടെ ചെറുതായിട്ട് എഴുതിയേക്കണേ കാണുന്നില്ല ശരിക്കും. ഇവിടെ നിന്നിട്ട് ഞാൻ അത്രയും വായിച്ചത്. മതി മതി. ഇതിനൊരു അവസാനമില്ല ഗൈസ്. അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒത്തിരിയുടെ തന്നെയാണ്. ഒത്തിരിയുടെ ഫ്രണ്ടിൽ കയറി വരുമ്പോൾ കാണാൻ ഇത് കണ്ടോ, സ്റ്റാൻഡ് കണ്ടോ? ഏജ് ലോക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിൻ്റെ ആ സ്റ്റാൻഡ് മൊത്തം അത്രയും പ്രൊഡക്റ്റിൻ്റെ 2 ലക്ഷം രൂപ വരും. 2 ലക്ഷം ക്രീമിൽ. എൻ്റെ ഒരു കല്യാണത്തിൻ്റെ വിലയാണ് 2 ലക്ഷം ഉള്ള വിലയാണ്. പഞ്ചിന് പറഞ്ഞോളാ. അതായത് പുള്ളി ഉദ്ദേശിച്ച പുള്ളിയുടെ വെഡിങ് എക്സ്പെൻസ് ആണ് ഉദ്ദേശിച്ചത്. ഫുഡിനും ഡ്രസ്സിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്നത്. സ്വർണ്ണം പിന്നെ എന്തായാലും എടുക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഡ്രസ്സ് എടുക്കാണ്ട് കയറിയിട്ടില്ല. ബഡ്ജറ്റ് ഇട്ടിട്ട് പോയത് എത്ര? ബഡ്ജറ്റ് 58. എത്രയ്ക്ക് എടുത്തിട്ട് വന്നു? 120. നിങ്ങളൊക്കെ കൂടുതൽ 91 കിട്ടില്ല. കാരണം അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ ഡ്രസ്സും പുതിയത് കാണുന്നു. അതൊക്കെ ഞാൻ കൊടുക്കണോ? അതൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിരുന്നു. ശിങ്കുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടാനുള്ള ഡ്രസ്സ് മൊത്തം ഒക്കെ ഞാനാ മേടിച്ചത്. നമ്മൾ എടുക്കണത് എടുത്ത് ഓൾറെഡി അതിപ്പോ കൊടുവള്ളി ഉണ്ട്. എല്ലാം ദുബായിന്ന്. മറ്റേ എന്താ ഏതൊരു ആപ്പ് ഉണ്ട് ദുബായിന്നാ. ഇമ്പോർട്ടഡ് ആണോ ചേട്ടായി? ഇന്ത്യയിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് സ്പ്രേ അടിക്കാൻ തുടങ്ങി ഗൈസ്. എന്തൊക്കെ ചെയ്തിട്ടും വെളുക്കുന്നില്ല. അവസാനം 1 ലക്ഷമില്ലാതെ അക്കൗണ്ട്സ് പോയി പെയിന്റ് വാങ്ങിക്കൊണ്ടാണ് പെയിന്റ് അടിക്കലാണ്. ഇത് നല്ല മഞ്ഞ് ചെയ്തിട്ട് ഇലയിലൊക്കെ മഞ്ഞ് അടിക്കൂലേ, അതേപോലെ ഇരിക്കുന്നുണ്ട് മൊത്തം. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഇതിന് അപ്പോൾ എൻ്റെ മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഫൈനറ്റ് അപ്പ്. കൊള്ളാം അല്ലേ? മുടി എയർ ബാൻഡ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പഞ്ഞി പോയിക്കണ്. ബാക്കിയെല്ലാം സെറ്റാണ്. ഇതാ ഞാൻ കഴിഞ്ഞപ്പോൾ അതാ വേറൊരുത്തം തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ പോണേ? മുടി കളർ ചെയ്യാൻ പോണേ. എന്താ കളറ്? എന്തോ ചോക്ലേറ്റ് റെഡ് അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടില്ലേ. പിന്നെ എന്താ ചെയ്യുന്നത്? മുടി വെട്ടണില്ലേ? മുടി താടിയോ? താടി ഇല്ല, ഉള്ളത് ചെത്തിക്കുട്ടിയൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ ഉണ്ട്. അതിന് മാത്രം 18 വയസ്സായിട്ടുള്ളൂ. അപ്പം അത്ര താടി. 18 വയസ്സോ? 5 കൊല്ലം മുന്നല്ലേ? എന്തായാലും കളർ ചെയ്യും. എവിടെ ചെയ്യുന്നത്? മൊത്തം ചെയ്യണ്ടേ? മേലെ മാത്രം. എവിടെ? ഈ ഒരു പോഷൻ മാത്രം? ഇതിങ്ങനെയാ? ഇടയിലിടയിലല്ലേ? ഓക്കെ ഓക്കെ. എടുത്ത് കാണിക്കുന്ന കളറാ? മുരളിൻ്റെ പോലെ ലൈറ്റ് അടിച്ചില്ല. ലൈറ്റ് അടിച്ചാലേ കാണുള്ളൂ? ഭയങ്കരമായിട്ട് അറിയില്ല. ഇതിൻ്റെ മുമ്പത്തെ മുടി കിടക്കുന്നുണ്ടോ? അതേപോലെ നടക്കട്ടെ. എത്ര മണിക്കൂറാ? ജസ്റ്റ് 1 2 3 4 4-5 മണിക്കൂർ അത് എടുക്കും ഗൈസ്. ഓ ഞാൻ വെളുത്ത് തുടുത്തടാ നോക്ക്. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. കണ്ണാപ്പിൻ്റെ കാര്യം കണ്ടില്ലല്ലോ.
എടുത്തുക കളർ ചെയ്തിട്ടുണ്ട്, മുടിയെല്ലാം വെട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ കല്യാണത്തിന് കേട്ടോ, ഞാൻ ഒഫീഷ്യലായിട്ട് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. വന്നിട്ടില്ല, ഞാൻ നോട്ട് ചെയ്യും രണ്ടുപേരും. പുള്ളി എന്തായാലും വരണം. അപ്പോൾ നമ്മളെ എന്തായാലും സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ബാക്കി നടക്കട്ടെ കല്യാണത്തിന്. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ. അപ്പം വാട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് ഉള്ളിൽ കയറിയിട്ട് വാട്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ വീട്ടിൽ പെയിന്റ് പണിക്കാർ വന്നിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻസ് വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇവരെ കോണ്ടാക്ട് നമ്പേഴ്സ് താഴെ കാണുന്നുണ്ടാവും. നാച്ചുറൽസ് ഇവരെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ സ്കിന്നിന് പറ്റുമോ ഇല്ലയോ, നമ്മൾ എന്ത് പറ്റും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സോ ഹാപ്പി അല്ലേ. നല്ല സതീഷ് ഏട്ടൻ ഭയങ്കര പെർഫെക്റ്റ് മനുഷ്യനാട്ടോ. മറ്റേ പുള്ളി മഞ്ഞ ഷർട്ട് ഇട്ട ആളൊക്കെ എനിക്കറിയില്ല. എന്റെ ബായും സതീഷ് ഏട്ടൻ പൊളിയാട്ടോ. കല്യാണ ഗ്രൂംസ് ഒക്കെ ഇവിടെ വന്നിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം ഓരോന്ന് അറിഞ്ഞറിഞ്ഞ് ചെയ്യാം. കല്യാണം കുളായാൽ എല്ലാം കുളാവും. കീ എവിടെ? അപ്പം ബൈ ബൈ, താങ്ക് യു സോ മച്ച്.